have lot of questions in my head, like how to start, where to start, who will support me, like etc etc. But അത് വെച്ച് കുത്തിരുന്ന നമ്മളവിടെ കുത്തിരിക്കലേ ഉണ്ടാവും. ഇഫ് യു ഹാവ് എ ഡ്രീം, then you know you can do it. ഓർക്കറിയാം തന്ന ആ കറി ഞങ്ങളെ കൊണ്ടത് പറ്റും. അത് നിങ്ങൾക്ക് വെറുതെ തന്നതല്ല. ഓർക്കറിയാം, ഓർക്ക് വിശ്വാസങ്ങളാ. പിന്നെ വേറെ ആർക്കങ്ങളെ വിശ്വാസം വേണ്ടി? വിശ്വസിക്ക്, ചെയ്യാൻ പറ്റുങ്ങളെ കൊണ്ട്. ആരെ പഠിക്കണേ? നമ്മൾ ആരെ പഠിച്ചാൽ കുത്തിരിക്കണേ? പറയുന്ന ആടെ എന്ത് വേണം പറഞ്ഞോട്ടെ. ജസ്റ്റ് ഡൂ ഇറ്റ് മാൻ. ഓല എന്ത് വിലയിരുത്തും നോക്കി. നമുക്ക് എന്താ? ഓലല്ലല്ലോ നമുക്ക് ഫുഡ് തരുന്നേ, ഓലല്ലല്ലോ നമ്മൾ ചെലവ് വെക്കണേ. പിന്നെ ആരെ കാത്ത് പേടിച്ച് കുത്തിരിക്കുക? ചില ആൾക്കാരെ കാര്യമായിട്ടാണ് പറഞ്ഞത്. എക്സ്പെക്റ്റ് ഇൻക്ലൂഡിങ് മീ. ഞാനങ്ങനത്തെ ഒരു പേഴ്സണാണ്. ബാക്കിയുള്ളവരോട് വിചാരിക്കും, ബാക്കിയുള്ളവരെ കുറിച്ച് എന്നെക്കുറിച്ച് എന്ത് കരുത്തും. ഓളിപ്പോൾ ഓള് വലിയ ആളാണെന്നുള്ള വിചാരം. അങ്ങനെ പല 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 സാധനങ്ങളും നമ്മൾ കേൾക്കാനുണ്ടാവും. നമ്മളതൊന്നും ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടാൻ പറയല്ലേ, ആ ഒരു മൈൻഡ് അയക്കണം. അതിനൊക്കെ പോസിറ്റീവ്, ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ മിസ്റ്റേക്സ്, നമ്മൾ നന്നാക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കണം. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആക്കി എടുത്താലും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആക്കി എടുത്താലും അത് റെഡി ആവില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ടാവും, അത് ആ രീതിയിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം നമ്മളെ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടുവരും. ആസ് എ ബിഗിനർ ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. അപ്പോൾ ഞാനതിൽ കുറേ എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് മീ, ജസ്റ്റ് ഫോളോ.